സമർപ്പിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നു. എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നത് നമുക്ക് പ്രവേശിച്ചിട്ട് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എടുക്കാൻ പോകുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ഗീത 7-ാമത്തെ അധ്യായം 103-ാമത്തെ ശ്ലോകമാണ്. ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങൾ. അതിൻ്റെ ടൈപ്പ് അതാണ്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനശാലക്യ ചക്ഷുരുന്മിത്തം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമീതി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണീ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ജയ ഗൗര ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ. ജയ ഗൗര ഹരി ബോൾ, നിത്യ ഗൗര ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ. ജയ ഗൗര ഹരി ബോൾ, നിത്യ ഗൗര പ്രേമാനന്ദേ ഹരി ഹരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല അധ്യായം 7 ശ്ലോകം 103. ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങളിൽ. ശ്ലോകം 103. ഇഹശുനി ബലി സർവസന്യാസിരഗണ ത്വമാകെ ദിക്കിയേ യച്ചേ സാക്ഷാത് നാരായണ. ഇഹശുനി ബലി സർവസന്യാസിരഗണ ത്വമാകെ ദിക്കിയേ യച്ചേ സാക്ഷാത് നാരായണ. വേർഡ്സ് ഇഹ ഇത് ശുനി ശ്രവിച്ചിട്ട് ബലി പറഞ്ഞു സർവ എല്ലാ സന്യാസിര മായാവാദി സന്യാസിമാരുടെ ഗണസംഘം ത്വമാകെ താങ്കൾക്ക് ദേക്കിയെ കാണുന്നു യേച്ചെ അതുപോലെ സാക്ഷാത് നാരായണൻ. വിവർത്തനം. ഇത് കേട്ടിട്ട് മായാവാദി സന്യാസിമാർ അല്പം വിനയാനിതരാകുകയും മഹാപ്രഭുവിനെ സാക്ഷാത് നാരായണൻ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഭാവാർത്ഥം. വിവർത്തനം. ഭാവാർത്ഥം ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്, ജയശീല പ്രഭുപാദ്. ഭാവാർത്ഥം. മായാവാദി സന്യാസിമാർ തങ്ങളെ നാരായണൻ എന്ന് പരസ്പരം സംബോധന ചെയ്തു. തങ്ങൾ ഏത് വിധത്തിലുള്ള നാരായണനാണെന്ന് അവർക്കറിയില്ലെങ്കിലും ഒരു മായാവാദി സന്യാസി മറ്റൊരു മായാവാദി സന്യാസിയെ കാണുമ്പോൾ ഓം നമോ നാരായണ, ഞാൻ അങ്ങേ നാരായണനെ പ്രണമിക്കുന്നു എന്ന് ഉച്ചരിച്ച് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ നാരായണനാണെന്ന്
ഗർവിഷ്ഠരാണെങ്കിലും അവർക്ക് നാരായണനെ പോലെ 4 കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അവയുടെ തത്വശാസ്ത്രം നാരായണനെയും ഒരു മനുഷ്യനെയും തുല്യമായി പ്രഖ്യാപിക്കുന്നതിനാൽ അവർ ചിലപ്പോൾ ദരിദ്ര നാരായണൻ എന്ന പദം ഉപയോഗിക്കുന്നു. വേദാന്ത തത്വങ്ങളിൽ തികച്ചും അജ്ഞനായ ഒരു സ്വാമിയാൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ പദം. പരസ്പരം നാരായണൻ എന്ന് വിളിക്കുന്ന ഈ മായവാദി സന്യാസിമാർ വാസ്തവത്തിൽ നാരായണന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അജ്ഞരായിരുന്നു. എന്നിരുന്നാലും അവർ തപശ്ചര്യകൾ അനുഷ്ഠിച്ചതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സാക്ഷാൽ നാരായണനായി മനസ്സിലാക്കാൻ അവിടുന്ന് അവരെ പ്രാപ്തരാക്കി. തീർച്ചയായും ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തരൂപത്തിൽ അവതരിച്ച നാരായണൻ തന്നെയാണ്. ഇപ്രകാരം മഹാപ്രഭുവിനെ സാക്ഷാൽ നാരായണനായും എന്നാൽ ഞങ്ങളെ ഗർവിഷ്ഠരായ കപട നാരായണന്മാരെയും തിരിച്ചറിഞ്ഞ അവർ അദ്ദേഹത്തെ താഴെ പറയുന്ന വിധം സംഭാഷണങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ വാരാണസിയിലുള്ള ഗർവിഷ്ഠരായിട്ടുള്ള ഈ തർക്ക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഈ ബ്രാഹ്മണ സന്യാസിമാരും, അതായത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു പ്രകാശാനന്ദ സരസ്വതി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, സംവാദമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു, അതായത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു എന്താണ്, എനിക്ക് വേദാന്ത സൂത്രത്തെ പറഞ്ഞ പറ്റി പറയാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പറയാം. ഇത് കേട്ടിട്ട് അതിനുള്ള മറുപടിയായിട്ടാണ് ഇവർ പറയുന്നത്. ഇത് കേട്ടിട്ട് മായാവതി സന്യാസികൾ അല്പം വിനയായത്തരാകുകയും മഹാപ്രഭുവിനെ സാക്ഷാൽ നാരായണൻ എന്ന് അഭിസംബോധന ചെയ്തു. ഇത് കേട്ടപ്പോൾ എന്താണ്, ഭഗവാനെ അവര് സാക്ഷാൽ നാരായണൻ എന്ന് സംബോധന ചെയ്തു. നമുക്കറിയാം ഈ മായാവാദ സന്യാസിമാരുന്ന അവരെല്ലാവരും എന്താണ് അവർ വിചാരിക്കുന്നത്, അവരും ഭഗവാനെ പോലെ നാരായണനാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ പരസ്പരം കാണുമ്പോൾ പ്രഭുപാദം എൻ്റെ പർപ്പോട്ടി പറയുന്നത്, അവർ പരസ്പരം കാണുമ്പോൾ അവർ വിഷ് ചെയ്യുന്നത് എന്താണ്, ഓ നാരായണായ നമഃ, അതായത് നീ നാരായണനാണ് ഞാനും നാരായണൻ, അങ്ങനെയുള്ള നാരായണനെ നമസ്കരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആക്ച്വലി യഥാർത്ഥത്തിൽ ഏത് തത്വത്തിലാണ് ഇത് പറയുന്നത് എന്നുള്ളത് അത് ഇതിനകത്ത് നമുക്ക് ഒരു ശാസ്ത്രങ്ങളിലും പറയുന്നില്ല. അപ്പൊ ഇത് അവരുടെ ആ ഗർവിനെ അതിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം അവരുടെ ചർച്ചാ വിഷയം തർക്കശാസ്ത്രമാണ്. ഈ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള വേദസൂത്രങ്ങൾ എടുത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, അതിൽ ജയിക്കുന്ന ആളാണ് ഈ വിദഗ്ധൻ അല്ലെ പണ്ഡിതൻ എന്നൊക്കെ പറയുന്നത്. പണ്ടത്തെ ആ ഒരു രീതി അതായിരുന്നു. അപ്പൊ ഈ പ്രകാശാനന്ദ സരസ്വതി അതിന്റെ ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ അംഗത്തിനോടൊപ്പമാണ് ചൈതന്യ മഹാപ്രഭു ഈ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തന്നെ അവർക്കൊരു എന്താണ് ദിവ്യത്വം ഉണ്ടായി, അദ്ദേഹത്തിലേക്കൊരു ആകർഷണം ഉണ്ടായി. മാത്രമല്ല അദ്ദേഹം വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ഇവരോട് പെരുമാറിയത്. അതൊരു കാര്യം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ശാരീരിക സൗന്ദര്യം. ഈ 2 കാര്യങ്ങൾ അവരെ ആകർഷിച്ചു. അതാണ് ഭഗവാന്റെ ഒരു നമ്മൾ പറയല്ലോ ഷഡ് ഐശ്വര്യങ്ങളിൽ ഒന്നാണെന്നാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യം. അപ്പൊ ഈ 6 ഐശ്വര്യങ്ങളിൽ സൗന്ദര്യം, അത് ചൈതന്യ മഹാപ്രഭു കഴിഞ്ഞ ശ്ലോകത്തിൽ നിങ്ങൾ പറഞ്ഞതാണ് സൗന്ദര്യത്തെ പറ്റി പറയുന്നത്. ഭഗവാന്റെ ആ ശാരീരിക സൗന്ദര്യം അതാണ് സ്വർണ്ണവർണ്ണ ഹേമാങ്കു, അതായത് തനി തങ്കത്തിന്റെ കളറായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ. അതുപോലെ എന്താണ് അജാജിലംജു, അദ്ദേഹത്തിന്റെ കൈകളും നീണ്ട മുട്ടിന് താഴെ വരെയുള്ള കൈകളും ഒക്കെ, കണ്ണുകള്, അതുപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കാന്തി, ഇതെല്ലാം അവരെ ആകർഷിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ എന്താണ് സാക്ഷാത് നാരായണ എന്ന് അവർ സംബോധന ചെയ്തത്. ഇതിലെ പർപ്പോട്ടിൽ പ്രഭു പറയുന്നത് നാരായണൻ എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് സാക്ഷാൽ നാരായണൻ. അത് ഭഗവാന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാണ് നാരായണൻ എന്ന് പറയുന്നത്. അത് വൈകുണ്ഠ രൂപത്തിൽ ഭഗവാന്റെ രൂപമാണ് നാരായണ എന്ന് പറയുന്നത്. അതായത് പ്രഭുപാദ പറയുന്നത് ഇപ്പൊ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലുമ്പോഴുള്ള ഔദ്യോഗിക രീതിയിൽ വസ്ത്രം ധരിച്ച് ഔദ്യോഗികമായ രീതിയിലുള്ള കൃത്യനിർവഹണത്തിനവിടെ പോകുമ്പോൾ
അദ്ദേഹത്തിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പം അതാണ് പ്രസിഡന്റിന്റെ വസതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അദ്ദേഹം പ്രത്യേക രീതിയിലുള്ള വസ്ത്രം ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള മറ്റുള്ള സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരിക്കും. ആ രീതിയിൽ ആ ഒരു ഒഫീഷ്യൽ ഫോമാണ് ആക്ച്വലി ആ പ്രസിഡന്റ് ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷെ അതേ പ്രസിഡന്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ തൻ്റെ കുടുംബത്തോടൊപ്പം, ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം അവരോടൊക്കെ വളരെ കാഷ്വൽ ആയിട്ടാണ് പെരുമാറുന്നത്. ഇതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ നാരായണ ഫോം എന്ന് പറയുന്നത് ഭഗവാന്റെ ഔദ്യോഗികമായിട്ടുള്ള രൂപമാണ്. പക്ഷേ ഗോലോക വൃന്ദാവനത്തിനുള്ള ഭഗവാന്റെ രൂപം അത് കാഷ്വൽ ഫോമാണ്. അത് മാനുഷ്യ രൂപം. അത് നിങ്ങൾക്ക് 11ാമത്തെ ഭഗവത്ഗീതയിൽ 11ാമത്തെ അധ്യായത്തിൽ അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അർജുനൻ ഭഗവാന്റെ ഈ വിരാട രൂപം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനുഷ്യരൂപം കാണാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ഭഗവാൻ ആ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നതും പിന്നെ നാരായണ രൂപം കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ അതിനകത്ത് പറയുന്നു. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് അതിൻ്റെ ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നാരായണ ഫോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നാരദമുനി ധ്രുവ മഹാരാജനും പറഞ്ഞു കൊടുക്കും ഭഗവാന്റെ രൂപത്തെ പറ്റി, നാരായണ രൂപത്തെ പറ്റി. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? ധ്രുവചരിതത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കൗസ്തുഭാംഗം ഘനശ്യാം പുരുഷം വനമാലിൻ ശംഖചക്ര ഗദാപത്നി അഭിവ്യക്ത ചതുർഭുജ. അത് വളരെ വ്യക്തമായിട്ട് നാരദമുനി ധ്രുവ മഹാരാജൻ പറഞ്ഞത്. കാരണം ഈ കുട്ടിയാണ്, 5 വയസ്സുള്ള കുട്ടിയാണ്, ഭഗവാനെ പറ്റി ഒരു രൂപമില്ല, ഒരു ധാരണയില്ല. ആ കുട്ടിയോട് നാരദമുനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് നാരായണ രൂപം. അതാണ് കൗസ്തുഭാംഗം ഘനശ്യാം. അതായത് ഭഗവാന്റെ പക്ഷത്തിൽ കൗസ്തുവമണി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പുരുഷം വനമാലി, അദ്ദേഹത്തിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഘനശ്യാമമാണ്. ഇരുണ്ട കാർമേഘത്തിന്റെ കളറാണ്. പുരുഷം വനമാലി, അദ്ദേഹത്തിന്റെ കഴുത്തിൽ വനമാല ഉണ്ടായിരിക്കും, മാല ഉണ്ടായിരിക്കും. ശംഖ് ചക്ര ഗദാപത്നി, അദ്ദേഹത്തിന്റെ കയ്യിൽ ശംഖ് ഉണ്ടായിരിക്കും, ചക്രം ഉണ്ടായിരിക്കും, ഗദ ഉണ്ടായിരിക്കും, പത്മം ഉണ്ടായിരിക്കും. അഭിവ്യക്ത ചതുർഭുജ, വ്യക്തമായ 4 കൈകളുള്ള ചതുർഭുജനാണ് നാരായണൻ. നാരായണനെ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ഭഗവാന്റെ ഒഫീഷ്യൽ ഫോം, വൈകുണ്ഠ ലോകത്തിലുള്ള ഭഗവാന്റെ രൂപമാണ്. അപ്പൊ ഇതില് ആ രൂപത്തെയാണ് ഈ മായാവാദ സന്യാസികൾ പരസ്പരം അവര് നാരായണനാണ് എന്നുള്ള രീതിയിൽ സംബോധന ചെയ്യുന്നത്. ഇത് പ്രഭുപാദ പറയുന്നത് ഇതേതോ വേദാന്തത്തിൽ അജ്ഞനായ ഏതോ ഒരു വ്യക്തി പറഞ്ഞ പേരാണെന്നാ. അല്ല അതിൽ കവിഞ്ഞ് യാതൊരു ശാസ്ത്രങ്ങളിൽ ഇതിന് യാതൊരുവിധ തെളിവുകളില്ല. നമ്മളും ഭഗവാനും ഒന്നാണെങ്കിൽ പിന്നെന്തോ നമ്മളും വ്യത്യാസം എന്തോ. അത് ശാസ്ത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയും, നമ്മൾ അണുവാണ്, ഭഗവാൻ വിഭുവാണ്. അപ്പൊ അങ്ങനെ ഒരു അണു എങ്ങനെയാണ് വിഭുവാകുന്നത്? അതിലെപ്പോഴും അതിൻ്റെ ആ വ്യത്യാസം ഉണ്ടായി. അപ്പൊ ഇത് സംബോധന തന്നെ തെറ്റാണ്. അതാണ് പ്രഭുപാദയോട് അവരോട് പറയുന്നത്, ഈ നാരായണനെ എന്ന് പരസ്പരം സംബോധന ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അപ്പൊ അതാണ് പ്രഭുപാദയോട് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തിൽ ആകർഷണമുണ്ടായി, അദ്ദേഹത്തെ നാരായണൻ സംബോധന ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ശ്ലോകം 104. ത്വമരവചന ശൂന്യ ജുഡായ ശ്രവണ ത്വമര മാധുരി ദേക്കി ജുഡായ നയന. അല്ലേ മഹാപ്രഭു, വാസ്തവത്തിൽ അങ്ങയുടെ വചനങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ അത്യന്തം സന്തോഷിക്കുന്നു. അത്യന്തം ഹൃദ്യമായ അങ്ങയുടെ ശാരീരിക ലക്ഷണങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് അവാച്യമായ ആനന്ദം അനുഭവപ്പെടുന്നു. ഇതാണ് രണ്ടാമത് അവർ പറഞ്ഞത്. ഈ മായവാദ സന്യാസികളെ പറയാണ് എന്താണ്, അല്ലയോ മഹാപ്രഭു, വാസ്തവത്തിൽ അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അത്യന്തം സന്തോഷിക്കുന്നു. ഭഗവാൻ സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് സന്തോഷമുണ്ടായി. അത്യന്തം ഹൃദ്യമായ അങ്ങയുടെ ശാരീരിക ലക്ഷണം കണ്ട് ഞങ്ങൾക്ക് അവാച്യമായ ആനന്ദം നൽകുന്നു. മാത്രമല്ല അങ്ങയുടെ ഈ ശാരീരിക സൗന്ദര്യം കണ്ടിട്ട് പോലും ഞങ്ങൾക്ക് അത്യന്തമായ ആനന്ദം ഉണ്ടാകുന്നതാണ്. നമുക്ക്
ബ്രഹ്മസംഹിതയിൽ തന്നെ ബ്രഹ്മദേവൻ പറയുന്നുണ്ട് ഇല്ലേ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണകാരൻ. അദ്ദേഹം തന്നെ ഈ സംബോധനയോട് കൂടിയാണ് ബ്രഹ്മസംഹിത തുടങ്ങുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിത്ത് ആനന്ദ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈ ഒരു സംബോധനയോട് കൂടിയാണ് ബ്രഹ്മസംഹിത തുടങ്ങുന്നത്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ എന്താണ്? ശാശ്വതമായിട്ടുള്ള അസ്തിത്വമുള്ളവനാണ്, ശാശ്വതമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഉടമയാണ്, ശാശ്വതമായിട്ടുള്ള ആനന്ദത്തിൻ്റെയും ഉടമയാണ്. അദ്ദേഹം തന്നെയാണ് കലിയുഗ അവതാരമാണ്. അതേ സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള ഭഗവാന്റെ ഏതാണ് കലിയുഗ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ നാച്ചുറലി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആകർഷണം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് ദ്വാപരയുഗത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോഴും എന്താണ് നാരദമുനി ഈ ധ്രുവ മഹാരാജനോട് ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഭഗവാന്റെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? രമണീയാംഗം, തരുണം രമണീയാംഗം. അവിടെയും നാരദമുനി പറയുന്നത് എന്താണ്? ഭഗവാന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ തരുണം രമണീയാംഗം അതിമനോഹരമാണ്. ഭഗവാന്റെ ഓരോ അംഗങ്ങളും അതീവ മനോഹരമാണ്. അദ്ദേഹത്തിന്റെ കൈകളായാലും ശരി, കണ്ണുകളായാലും ശരി, അതാണ് തരുണം രമണീയാംഗം അരുണ ഇക്ഷണ മോക്ഷ അതര. അദ്ദേഹത്തിന്റെ അരുണം എന്ന് പറഞ്ഞ സൂര്യൻ. അദ്ദേഹത്തിന്റെ കണ്ണുകളും ചുണ്ടുകളും ഒക്കെ സൂര്യൻ ഉദിക്കുന്ന പോലുള്ള എന്താണ് നമ്മൾ പറയത്തില്ലേ, ചുട്ടുപഴുത്ത അതിന്റെ കളറാണ് നമ്മൾ പറയത്തില്ലേ, സൂര്യൻ ഉദിച്ചു വരുന്ന രാവിലെ ഉദിക്കുന്ന ആ കളർ നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ കളറാണെന്നാണ് പറയുന്നത്. നാരദമുനി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടിയാണ്, അതിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം തരുണം രമണീയാംഗം, ഭഗവാന്റെ ഓരോ അവയവങ്ങളും എന്താണ് തരുണമാണ് എന്ന് പറഞ്ഞാൽ സോ ടെൻഡർ. നമ്മൾ യൗവനത്തിലാണ് എല്ലാവർക്കും അതീവ സൗന്ദര്യം നമുക്ക് കാണപ്പെടുന്നത്. എല്ലാവരും യൗവനത്തിലേക്ക് വരുമ്പോഴാണ് ആ പൂർണ്ണ സൗന്ദര്യം നമ്മളിൽ വരുന്നത്, പ്രകടമാകുന്നത്. അപ്പൊ അത് ഭഗവാൻ നവയൗവനമാണ്. അപ്പം ഭഗവാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ അംഗങ്ങളും എന്താണ് സോ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമാണ്. അതുപോലെ തന്നെ സോ അട്രാക്റ്റീവ്. അതാണ് തരുണം രമണീയാംഗം. ഭഗവാന്റെ ഓരോ അംഗങ്ങളും അവയവങ്ങളും അതീവ എന്താണ് തരുണവും അതുപോലെ തന്നെ രമണീയാംഗമാണ്, സർവ ആകർഷകവുമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കണ്ണുകളും ചുണ്ടുകളും സൂര്യന്റെ, അത് അരുണ ഓക്ഷ ഇക്ഷണ അതരം. ചുണ്ടുകളും കണ്ണുകളും ഒക്കെ സൂര്യൻ ഉദിക്കുന്ന പോലുള്ള, രാവിലത്തെ സൂര്യൻ ഉദിക്കുന്ന അതേ കളറുകളാണ്. നമ്മൾ പറയല്ല എന്താണ് ചെമ്പണ്ടി പഴത്തിന്റെ കളറാണ് നമ്മൾ നല്ല ശരിക്കും ചുമന്ന തുടുത്ത ആ കളർ. അപ്പൊ അതുപോലെയാണ് ഭഗവാന്റെ കണ്ണുകളും അതരങ്ങളും. പിന്നെന്താണ് ആശ്രയാത്മം. അതായത് അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ എന്താണ് സുനാസം സുപ്രഹാരഹാരം. മാത്രമല്ല ഭഗവാന്റെ സുനാസം, നാസം എന്ന് പറഞ്ഞാൽ നാസിക, സുപ്രഹാരം കൺപുരികൾ, അതൊക്കെ വളരെ മനോഹരമാണ്. സുനാസം സുപ്രഹാരം ഹാരു കപോലം സുരസുന്ദരം. മാത്രമല്ല അദ്ദേഹത്തിന്റെ നെറ്റിത്തടങ്ങൾ എന്ന് പറയുന്നത് കപോലം സുരസുന്ദരം. ദേവന്മാരെക്കാൾ അതീവ സുന്ദരനാണ് ഭഗവാൻ. അപ്പം ഇത് നാരദമുനി എപ്പോഴും കാണുന്ന നാരദമുനി ഈ ധ്രുവ മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതേ ഭഗവാൻ തന്നെയാണ് കലിയുഗത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചത്. അത് ശ്രീമദ് ഭാഗവത്തിലെ 11ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? കൃഷ്ണവർണ്ണം കൃഷ്ണം സംഗോ പങ്കസപാർശ്വതം യജ്ഞസങ്കീർത്തന പ്രായർ യദന്തസ്ത്രീ സുമേധത്ത. അപ്പൊ അത് ശ്രീമദ് ഭാഗവത്തിൽ അത് കൺഫേം ചെയ്തിരിക്കുന്നത് എന്താണ്? അതേ ഭഗവാൻ തന്നെയാണ്
അതേ കൃഷ്ണൻ തന്നെയാണ്. അതാണ് കൃഷ്ണവർണ്ണം തൃശാകൃഷ്ണൻ. ഇപ്പൊ നാരദമുനി പറഞ്ഞ അതേ എന്താണ് സർവ ആകർഷകനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കളർ ഭഗവാന്റെ കൂട്ട് മേഘവർണ്ണം അല്ലെങ്കിലും അത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അതാ കൃഷ്ണവർണ്ണം കൃഷ്ണ സങ്കു പൊങ്കസ പാർശ്വത. ഈ കലിയുഗത്തിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ എന്താണ് പാർശ്വതങ്ങളുമായിട്ടാണ് വന്നത്. അതാണ് പഞ്ചതത്വം എന്ന് പറയുന്നത്. ആ വരുവിന്റെ ഉദ്ദേശം എന്താണ്? യജ്ഞസങ്കീർത്തന പ്രായർ യദന്തസ്തി സുമേധസഹ. എന്തിനാണ്? ഈ നാമസങ്കീർത്തന യജ്ഞം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് തൻ്റെ പാർശ്വതങ്ങളോടൊപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെയായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ അവതരിച്ചത്. അപ്പൊ അത് ശ്രീമദ് ഭാഗവത്തിൽ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ ഭഗവാനെ കണ്ട ഈ മായവാദി സന്യാസികള് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ വാചം എന്താണ്? വാച പീയൂഷമേ, അതായത് ഭഗവാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താണ്? തേൻ പോലെ മധുരമാണ്. നമ്മൾ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഭഗവാന്റെ എണ്ണ? അതായത് ഭഗവാന്റെ എന്താണ്? അധരം മധുരം, വചനം മധുരം, വസനം മധുരം, ഹസനം മധുരം, മധുരാധിപതി അധരം അഖിലം മധുരം. അപ്പൊ ഭഗവാന്റെ ഓരോ കാര്യങ്ങളും എന്താണ്? മധുരമാണ്. ഇത് ഈ മായാവാദി സന്യാസികളെ കൂടെ കൺഫേം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം അദ്ദേഹത്തിന്റെ ശരീര സൗന്ദര്യത്തിൽ ആകർഷിതരായി, രണ്ടാമത് അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ അവരുടെ സംസാരത്തിലും അവര് ആകർഷിക്കപ്പെട്ടു. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ പാട്ടുകളൊക്കെ നമ്മൾ ആചാര്യന്മാര്, വൈഷ്ണവര്, ഭക്തരൊക്കെ ഭഗവാനെ അങ്ങനെയാണ് കാണുന്നത്. ശരി, അധരം മധുരം. നമ്മൾ ഈ പാട്ട് ഇത്രയും പ്രാവശ്യം കേട്ടതാണ്. അധരം മധുരം, ഭഗവാന്റെ അധരം മധുരമാണ്. അതുപോലെ എന്താണ്? വചനം മധുരമാണ്, വാക്കുകളും മധുരമാണ്. മാത്രമല്ല വദനം, മുഖം എത്രയോ മധുരമാണ്. അതുപോലെ തന്നെ നടനം മധുരം, അതായത് നടപ്പും മധുരമാണ്. അതുപോലെ തന്നെ ശയനം മധുരം, അദ്ദേഹം ഉറങ്ങുന്നത് പോലും എത്രയോ മധുരമാണ്. അതിഥി എന്താണ്? അഖിലം മധുരം. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ഓരോ അദ്ദേഹത്തിന്റെ ചേഷ്ടകളും ഒക്കെ മധുരമാണ്. അതാണ് ഭഗവാന്റെ സവിശേഷത എന്ന് പറയുന്നത്. മധുരാധിപതി അഖിലം മധുരം, അദ്ദേഹത്തിന്റെ എല്ലാം മധുരമാണ്. അപ്പൊ അവിടെ ഇത് ഇത് നമ്മളിവിടെ ഇവർ പറയാണ്. അതാണ് അല്ലയോ മഹാപ്രഭു, വാസ്തവത്തിൽ അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾ അത്യന്തം സന്തോഷിക്കുന്നു. നോക്കി, ഭഗവാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവര് സന്തോഷ ആധിക്യത്താൽ അവരത് പ്രകടിപ്പിക്കുവാണ്. അങ്ങയുടെ അത്യന്തം അങ്ങയുടെ ശരീരലക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് അവാച്യമായ ആനന്ദം. മാത്രമല്ല അങ്ങയുടെ ശരീര സൗന്ദര്യം കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷം വേണം. അതായത് ഭഗവാന്റെ വാക്കുകളിലും അതുപോലെ തന്നെ ശരീര സൗന്ദര്യത്തിലും ഇവര് ആകർഷിക്കപ്പെടുന്നതാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥത്തിൽ പ്രഭാത പറയുന്നത് ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഭക്തി രസാമൃതത്തിലുള്ള ഒരു ശ്ലോകമാണ് പ്രഭാതത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ശ്രീകൃഷ്ണനാമാദി ന ഭാവേ ഗ്രാഹ്യമേന്ദ്രിയെ സേവോന്മുഖതി ജുഹതി സ്വയമേവ സ്ഫുരതയ. ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താണ്? അത് ശ്രീകൃഷ്ണനാമാദി ഭവേത് ഗ്രാഹ്യമേ. നമ്മുടെ മലിനപ്പെട്ട കണ്ണുകൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ കാണാത്തത്. ഇത് എപ്പോഴാണ് ഇത് കാണാൻ സാധിക്കുന്നത്? സേവോന്മുഖതി ജുഹതി. സർവോസ്വാമി പറയുന്നത് എന്താണ്? നമ്മൾ ഭഗവാനെ സേവിച്ചു തുടങ്ങുമ്പോഴാണ്, ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാനെ സേവിച്ച് ഭക്തിയോടുകൂടി സേവിച്ചു തുടങ്ങുമ്പോഴാണ് സ്വയമേവ സ്ഫുരതയ. ഇത് ചെയ്യുന്നവർക്ക് ഭഗവാൻ സ്വയം വെളിഭാവപ്പെടും എന്നാണ് പറയുന്നത്. ഇതാണ് ഭഗവാനെ കാണാനും അല്ലെങ്കിൽ ഭഗവാനെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞ ഇതാണ്. അല്ലാതെ നമ്മൾ നേരിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാലും സാധ്യമല്ല. അതിന്റെ ഉദാഹരണം എന്താണ്? ഉദാഹരണം എന്താ? ദുര്യോധനന്റെ മുമ്പിൽ ഭഗവാൻ ചെന്നിട്ട് ദുര്യോധന മനസ്സിലായോ?
മനസ്സിലായില്ല. പക്ഷേ അർജുനന്, പാണ്ഡവർക്ക്, അവർക്കെല്ലാം മനസ്സിലായി ഇല്ലേ? അതാണ് ഭഗവാൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഭഗവാനെ ഭക്തിയോടുകൂടി അല്ലെങ്കിൽ പരിശുദ്ധിയോടുകൂടി സേവിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ വെളിവാകത്തുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാനും കാണാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഭഗവാൻ വെളിവാകുകയില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ദൃശ്യനാകില്ല. അപ്പൊ അതുകൊണ്ടാണ് കുന്തിദേവി പോലും ശ്രീമദ് ഭാഗവതത്തിൽ എന്താണ്, പ്രവന്തി ഗായന്തി ഗ്രഹണന്തി അഭീഷണത്ത. അതുകൊണ്ടാണ് കുന്തിദേവി പറയുന്നത്. കാരണം കുന്തിദേവിക്ക് അറിയത് ഭഗവാനാണ്. കുന്തിയുടെ പ്രേയേഴ്സ് വളരെ പ്രസിദ്ധമാണ്. അത് തന്നെ ഒരു ചാപ്റ്ററാണ്. പ്രഭാതെ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അത്രയ്ക്ക് ഭക്തയായിരുന്നു ആര്, കുന്തിദേവി. അപ്പൊ കുന്തിദേവി പറയാണ് എന്താണ്, പ്രവന്തി ഗായന്തി ഗ്രഹണന്തി അഭീഷണത്ത. ആരാണോ നിരന്തരം ഭഗവാനെ പറ്റി കേൾക്കുന്നത്, ഭഗവാന്റെ നാമം ചൊല്ലുന്നത്, അതുപോലെ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നത്, സ്മരന്തി നന്ദനന്തി തവേ ജനം ഹിതഹ, ഭാഗവത്തിലെ 1ാമത്തെ കാൻഡയിൽ പറയുന്നതാണ്. അവർക്ക് എന്താണ്, ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി ഭഗവാനെ ഓർക്കാനും, സ്മരന്തി നന്ദനന്തി തവേ ജനം ഹിതഹ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാനെ ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി ഓർക്കാനും, യായസ്പശ്യന്തി അജിരേണ താവഹം, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ നേരിട്ട് കാണാനും, അജിരേണ താവഹം എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ സീ വെരി സൂൺ ദ സുപ്രീം ലോർഡ്. പാപപ്രവാഹോ പരമം പതാംബുജം. മാത്രമല്ല ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് അവർക്ക് മുക്തരായിട്ട് ഭഗവാന്റെ ആ പാതാര വൃന്ദങ്ങളിൽ ചെന്നെത്താനും സാധ്യമാകും. ഇത് കുന്തിദേവിയുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതൊക്കെയാണ് ഭഗവാനെ കാണാനും ദർശിക്കാനും അദ്ദേഹത്തിനുമായിട്ടുള്ള അസോസിയേഷനും കിട്ടാനുള്ള കാര്യമാണ് കുന്തിദേവി പറയുന്നത്. അപ്പൊ ഇത് രൂപഗോസ്വാമി പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ, ദർശിക്കണമെന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് ഇത്. സേവോന്മുഖതി ജുഹതി സ്വയമേവ സ്ഫുരതയ. ഭഗവാനെ എന്താണ്, സേവിക്കുക. അപ്പൊ അത് കൃഷ്ണാഭോഗത്തിൽ ഇത് തന്നെയാണ്. ശ്രവണവും കീർത്തനവും, അതല്ലേ? ശ്രവണം, കീർത്തനം, മരണം, പാദസേവനം, അച്ഛനം, വന്ദനം, സഖ്യം, ആത്മ. ഇതാണ് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞത് നവഭക്തി എന്ന് പറയുന്നതാണ്. ഇതെല്ലാം ഭഗവാനെ പെട്ടെന്ന് കാണാനുള്ള നവഭക്തിയാണ്. അപ്പൊ അതാണ് ഇതിനുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ ഇത് ഈ സന്യാസിമാര് ഭഗവാന്റെ വചനം കേട്ട് അദ്ദേഹത്തിന്റെ ശരീര സൗന്ദര്യത്തിൽ ആകർഷരായി ഭഗവാനെ അവർ അംഗീകരിക്കാൻ തുടങ്ങുന്നു, റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം എന്താണ്, ഈ സന്യാസിമാരാകണമെന്നെങ്കിൽ തപശ്ചര്യകളൊക്കെ ചെയ്യണം. മിനിമം സോർട്ട് ഓഫ് എന്താണ് ഓസ്റ്ററിറ്റീസ് അവർക്ക് വേണമല്ലോ. അല്ലെ ഈ സന്യാസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആ ലെവലിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ കുറെ തപശ്ചര്യകളൊക്കെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ സന്യാസത്തിന്റെ അല്ലെങ്കിൽ ആ തപശ്ചര്യയുടെ ശ്രേഷ്ഠതയാണ് ഇപ്പം ഭഗവാനെ അവർ മനസ്സിലാക്കാം. അപ്പൊ ആ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ അവർക്ക് ഈ ആകർഷണം ഉണ്ടായതിന്റെ കാരണം അതാണെന്നാണ് പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എട്ടാമത്തെ സ്കന്ധത്തിലാണെന്ന് തോന്നുന്നു, അതില് ബ്രഹ്മദേവൻ ഇതിനകത്ത് എന്താണ് ബ്രഹ്മദേവൻ എന്താണ് ഭഗവാൻ മനസ്സിലാക്കേണ്ട കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ് തപയേവ, അതായത് തപശ്ശരിയാണ് ഏകമാത്രം. എന്താണ് പരഞ്ജ്യോതി ഭഗവന്തം അധോക്ഷതി, അതായത് അധോക്ഷതനായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ളവനും അധോക്ഷതനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് തപ ഏവ, തപശ്ചര്യയിൽ കൂടി മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മദേവൻ ആകെ ആദ്യത്തെ എന്താണ് നമ്മൾ പറയുന്നത് ടെൻഷൻ അടിച്ച വ്യക്തിയാണ് ബ്രഹ്മദേവൻ. അദ്ദേഹത്തിന് ജന്മം കിട്ടി താമരത്തണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആദ്യമായിട്ട് ടെൻഷൻ അനുഭവിച്ച വ്യക്തിയാണ് ബ്രഹ്മദേവൻ. എന്താ ചെയ്യേണ്ടത്, എവിടുന്ന് വന്നു, ഒരു പിടിയില്ല, ആരെയും ഒന്നും കാണുന്നില്ല. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഉത്കണ്ഠ, നമ്മൾ പറയുന്നത് ആങ്സൈറ്റി, ഗ്രേറ്റ് ആങ്സൈറ്റി. അങ്ങനെ
ആദ്യത്തെ ടെൻഷൻ അടിച്ച വ്യക്തിയാണ് ബ്രഹ്മദേവൻ. അദ്ദേഹം ഇങ്ങനെ താമരത്തണ്ടിൽ താഴോട്ടും മുകളോട്ടും പോയി പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താണ് തപ എന്ന വാക്ക് കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ മെഡിറ്റേഷൻ തുടങ്ങും. അതിൽ കൂടിയാണ് നമുക്കറിയാം ബ്രഹ്മദേവന്റെ തേനേ ബ്രഹ്മഹൃദയ ആദി കവി. ആ ഭക്തന്റെ തേനേ ബ്രഹ്മഹൃദയ, ആ ഹൃദയത്തിലേക്കാണ് ഭഗവാൻ പ്രവേശിച്ചത്. ഈ സെക്കൻഡ് വിസർഗം, സെക്കൻഡ് ക്രിയേഷൻ നടത്തിയത് അങ്ങനെ. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലായത്. അതിനുള്ള യോഗ്യത എന്തായിരുന്നു? ബ്രഹ്മദേവൻ എനിക്ക് ആ കോൺസ്റ്റന്റ് മെഡിറ്റേഷൻ. അപ്പൊ അതാണ് തപശ്ചര്യ. ഈ സന്യാസിമാരും മിനിമം തപശ്ചര്യൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവർക്കൂടെ ഭഗവാൻ നാരായണൻ അല്ലെ ചൈതന്യ മഹാപ്രഭുവിൽ അട്രാക്ഷൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് സെക്കൻഡ് ഈ 104-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 105 105-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കൊമര പ്രഭാവേ സഭാര ആനന്ദിത മന കപു അസംഗതനാഹി കൊമര വചന. അല്ലയോ പ്രഭു, അങ്ങയുടെ സ്വാധീനത്താൽ ഞങ്ങൾ അത്യന്തം തൃപ്തി പൂണ്ടവരായിരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ ഒരിക്കലും അയുക്തങ്ങളായിരിക്കില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ അങ്ങ് വേദാന്ത സൂത്രത്തെക്കുറിച്ച് സംഭാഷണം നടത്തിയായിരുന്നു. അപ്പൊ ആമുഖമായിട്ട് ഈ മായവാദി സന്യാസികൾ ചൈതന്യ മഹാപ്രഭുവിനോട് എന്താണ് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാണ്. എന്താണ്? അങ്ങ് അല്ലേ പ്രഭു, അങ്ങയുടെ സ്വാധീനത്തിൽ ഞങ്ങൾ അത്യന്തം ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. മാത്രമല്ല അങ്ങയുടെ വചനങ്ങൾ, അങ്ങയുടെ വാക്കുകൾ എന്താണ് ഒരിക്കലും അയുക്തങ്ങളാകില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് എന്താണ് യുക്തമല്ലാത്ത, അല്ലെന്ന് പറഞ്ഞാൽ യുക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അയുക്തമാകുന്നില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല അതിനാൽ അങ്ങ് വേദാന്ത സൂത്രത്തെ സംഭാഷണം നടത്തിയാൽ ഇവർ പറയാണ്, വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്? അത് അങ്ങ് വേദാന്ത സൂത്രത്തെ പറ്റി പറയുക, അങ്ങയുടെ വാക്കുകളും അങ്ങയുടെ സൗന്ദര്യവും ഒക്കെ ഞങ്ങളെ വളരെ അതീവ സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. ഇനി അങ്ങ് വേദാന്ത സൂത്രത്തെ പറ്റി പറഞ്ഞാൽ. ഈ ശ്ലോകത്തിൽ തൊമാര പ്രഭാവേ, അത് പ്രഭാത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ പ്രഭാത ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട നിമിഷം അവരിലേക്ക് സ്വാധീനിക്കപ്പെട്ടു. ആര്? ഈ മായവാദികൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സ്വാധീനത്തിൽ അവര് ആ ഇൻഫ്ലുവൻസ് ചെയ്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ആധ്യാത്മിക പുരോഗതി പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ശ്രോതാക്കളെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. ഭക്തി വിനോദ താക്കൂർ പ്രകാരം പറയുന്നു, ശുദ്ധ ഭക്തി ചരണേനു ഭജന അനുകൂല. ഒരു പരിശുദ്ധ ഭക്തനുമായുള്ള സത്സംഗത്താൽ മാത്രമേ ഭക്തി സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കാനാവൂ. ഈ മായവാദി സന്യാസിമാർ ഭക്തി രൂപത്തിലുള്ള സാക്ഷാൽ ഭഗവാനുമായി സന്ധിക്കുവാൻ വേണ്ടത്ര ഭാഗ്യവാന്മാരായിരുന്നു. തന്മൂലം അവർ മഹാപ്രഭുവിനാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടു. പരിപൂർണ ആധ്യാത്മിക പുരോഗതി കൈവരിച്ച ഒരു വ്യക്തിയുടെ വചനങ്ങൾ അസത്യമാവില്ലെന്നും അവ യുക്തവും വേദശാസ്ത്ര അനുസൃതമായിരിക്കണമെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉന്നത സാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയുടെ സംഭാഷണം ഒരിക്കലും നിരർത്ഥമാകാൻ കഴിയില്ല. മായാവാദി സന്യാസിമാർ നിരർത്ഥമായി തങ്ങളെ സ്വയം ഈശ്വരനെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ മഹാപ്രഭു ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മഹാപ്രഭുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു തീർന്നതിനാൽ അവർ അദ്ദേഹത്തെ നിന്നും വേദാന്തങ്ങളുടെ ഭാവാർത്ഥം ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല, ശരീര സൗന്ദര്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഭാഷണം ശുദ്ധി പോലും. അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ട് ഞാൻ നാരായണനാണ്, സാക്ഷാൽ നാരായണനാണ്. പക്ഷെ അദ്ദേഹം നാരായണനാണെന്നൊന്നും പറയുന്നില്ല. ഒരു എളിയ ഭക്തന്റെ രൂപത്തിൽ, ഭഗവത് ഭക്ത രൂപേൺ. അതാണ് 5 ഭാവങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിലാണ് ഇവിടെ അത് അവതരിച്ചത്. അപ്പൊ അദ്ദേഹം ഈ മീറ്റിങ്ങിൽ വന്നിട്ട് ഏറ്റവും നീചമായ സ്ഥലത്താണ് പോയത്. ഇവരൊക്കെ വലിയ വലിയ സിംഹാസനങ്ങളിലൊക്കെ ഇരുന്നപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറി പൈപ്പിന്റെ അടുക്ക, നമ്മളറിയാലോ വെള്ളം കൈ കഴുകുന്ന ആ സ്ഥലത്ത്, അവിടെ അപ്പോഴാണ് ഇരുന്നത്.
അവിടെ നിന്നാണ് അത് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അതാണ് ഒരു എളിയ ഭക്തൻ ഭാവത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പൊ ഇതൊക്കെയാണ് അവരെ കൂടുതൽ ആകർഷിച്ചത്. അദ്ദേഹത്തിനോട് കൂടുതൽ വിശ്വാസം ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ്. ഭഗവാനിൽ ചൈതന്യ മഹാപ്രഭുവിൽ അദ്ദേഹത്തിന്റെ സവിശേഷത മനസ്സിലാക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടായി. പെരുമാറ്റത്തിലും വാക്കുകളിലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിലും ഒക്കെ അവരെ ആകർഷിക്കപ്പെട്ടു. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അത് കാരണം ഒരു ഇത്രയും ഭഗവാന്റെ നമുക്കറിയാം, അദ്ദേഹം അവതരിച്ച അവതാര സമയത്ത് തന്നെ നാമദേവം കേട്ടുകൊണ്ടാണ് വന്നത്. ബംഗാളിലുള്ള ബ്രാഹ്മണര് ഗംഗയിൽ കുളിച്ചുകൊണ്ട് ഹരിബോൽ എന്ന് പറഞ്ഞ സമയത്താണ് ഭഗവാൻ ഭൂമിയിലേക്ക് ജാതനായത്. അപ്പൊ അതാണ് നാമസങ്കീർത്തന പ്രായം. നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാനായിട്ട് വന്ന അതേ മഹാപുരുഷൻ തന്നെ ഭൂമിയിലേക്ക് വന്നത് തന്നെ നാമം കേട്ടുകൊണ്ട് തന്നെ. ചൈതന്യ നിങ്ങൾ ഭഗവാന്റെ അവതാര ഇതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ് കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് പവിത്രനായിട്ടുള്ള വ്യക്തിയാണ്, നമുക്കറിയാം, നാമസങ്കീർത്തന പ്രായം. അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇതെല്ലാം മനസ്സിലാവും. അത് സ്പിരിച്വൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാകും. അതാണ് അവസാനം പറഞ്ഞത്. നാമസങ്കീർത്തന പ്രായർ യജന്തസ്തി ഹി സുമേധസഹ. സുമേധസഹ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റലിജന്റ് പീപ്പിൾ. ഇന്റലിജന്റ് പീപ്പിൾ എന്ന് പറഞ്ഞ ശാസ്ത്രങ്ങൾ പറയുന്ന ആരാണ്? വേദ ജ്ഞാനമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ഭഗവാന്റെ ആ സംഘം ഇത്രയും വര്യന്മാര് സാക്ഷാൽ നാരായണന്റെ അസോസ്യം കെട്ടിയ മാത്രയിൽ തന്നെ ക്ഷണസംഖ്യേനെ സാദൃശ്യം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഒരു ക്ഷണനേരത്തെ സത്സംഗം പോലും എന്താണ്? സർവശാസ്ത്ര ഹോയ. ഒരു മഹാഭക്തൻ, ഒരു മഹാവ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തികളായിട്ട് നമ്മൾ കുറച്ചു നേരേ കിട്ടത്തുള്ളായിരിക്കും അവരായിട്ട് നമുക്ക് ചിലപ്പോൾ അസോസിയേഷൻ. പക്ഷെ എന്താണ്? ക്ഷണസംഖ്യേന സാധിച്ചു. ആ ക്ഷണസംഘത്തെ പോലും എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ്? സർവവേദങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? വേദ പൊയ്. അതാണ് പറയുന്നത്. ക്ഷണസംഖ്യ, അതായത് സാധുസംഖ്യ സർവശാസ്ത്രക്കഹ. എല്ലാ ശാസ്ത്രങ്ങളും സത്സംഗത്തെ പറ്റി പറയുന്നത് എന്താണ്? ക്ഷണ സാധുസംഖ്യ. അത് ക്ഷണനേര സാധുസംഘം. നമ്മളൊരു അല്പനിമിഷമാണ് ഈ സാധുസംഘം അങ്ങനെയുള്ള വ്യക്തികളെ കിട്ടുന്നെങ്കിൽ പോലും എന്താണ്? സർവശാസ്ത്ര ഹോയ് എന്ന് പറഞ്ഞ എല്ലാ ശാസ്ത്രങ്ങളിലെയും സാരാംശം അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എത്രയോ നാൾ വായിച്ച് ആയിരിക്കും ഈ ജ്ഞാനങ്ങളൊക്കെ കിട്ടുന്നു. വേദപഠനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സേവനത്തിലേക്ക് വരുന്നു. ഭഗവാന്റെ ഭക്തനാകാനുള്ള യോഗ്യത അന്നേരമാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഭഗവാനുമായിട്ടുള്ള സത്സംഗം അവർക്ക് കിട്ടിയ മാത്രത്തിൽ തന്നെ എന്താണ്? അവർക്ക് ഈ പറഞ്ഞ അവർ നേരത്തെ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ പറയാണ്. അങ്ങയുടെ വാക്കുകളിൽ ഞങ്ങൾ സംതൃപ്തരാണ്, പരമാനന്ദം അനുഭവിക്കുന്നു. അങ്ങയുടെ ശരീര സൗന്ദര്യത്തിൽ പരമാനന്ദം അനുഭവിക്കുന്നു. മാത്രമല്ല എന്താണ്? അങ്ങയുടെ ഈ വിവരണം, അങ്ങ് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാണ് ഭഗവാന്റെ സാന്നിധ്യം കിട്ടിയപ്പോൾ തന്നെ ഈ ഇവർ ഗർവിഷ്ഠരായിട്ടുള്ളതാണ്. കാരണം അവർ സ്വയം ഭഗവാനാണെന്ന് നടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഭഗവാന്റെ സത്സംഗം കൊണ്ട് അവർക്കും മനസ്സിൽ മാറ്റം ഉണ്ടായി, മാനസാന്തരം ഉണ്ടാകുന്നു. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മാത്രമല്ല സാധുസംഘത്തിൽ ഭഗവാൻ ശിവൻ പോലും പറയുന്നു. എന്താണ് പറയുന്നത്? അദ്ദേഹം പറയും, ദേവേനാവി തുല്യനാവി. അതായത് ഭഗവത് ഭക്തൻ ഭാരതി ന സ്വർഗം ന ഭുവനകം.
അതായത് നമ്മൾ ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സത്സംഗം, അത് നമ്മൾ ലവേനാവി തുല്യനാവി. എന്താ ലവേനാവി തുല്യന എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ കണ്ണടച്ചു തുറക്കുന്ന സമയത്ത് മാത്രം ഇത്രയേ ഉള്ളെങ്കിൽ പോലും എന്താണ്, എന്നാ സ്വർഗം എന്നാ പൂർവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ഭഗവത് ഭക്തസംഘസ്യ എന്താണ് മർത്യാനാം വിമുച്ചത്. ഭഗവാൻ ശിവൻ പറയുന്നതാണ് സത്സംഗത്തെ. അപ്പൊ സത്സംഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ കുറച്ച് നേരത്തെ കണ്ണടച്ച് തുറക്കുന്ന നേരത്തെയൊക്കെ കിട്ടിയുള്ളെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും എന്താണ് അത് മിസ് ചെയ്യാൻ പാടില്ല. ഭഗവാൻ പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? മർത്യാന വിമുച്ചത. ഈ മർത്യലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഏക മാർഗമാണ്. ഇങ്ങനെയുള്ള സാധുക്കളെ സത്സംഗം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം എന്താണ്? ഭഗവാൻ പറയുന്നു ഇത് നിങ്ങളെ ഈ മർത്യലോകത്തിൽ, ഇത് മർത്യലോകമാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്താണ്? ഇവിടെ ജനനവും മരണവും, രോഗം, വാർദ്ധക്യം, ഇത് തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതും. അപ്പൊ ഈ മർത്യലോകത്തിൽ നിന്ന് വിമുച്ചതേ എന്താണ്? മുക്തി നേടാനുള്ള മാർഗമാണ് ഇത് സത്സംഗം. അത് നമുക്ക് 15ാമത്തെ സ്കന്ധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നവേന്ദ്ര യോഗികൾ നിമി രാജാവിന്റെ കൊട്ടാരത്തിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ നിമിരാജാവ് ഇവരെ കണ്ടിട്ട് അദ്ദേഹം വളരെ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഭഗവാന്റെ അതായത് നമ്മൾ മനുഷ്യജന്മം ദുർലഭം, മനുഷ്യൻ ജന്മം ദുർലഭം. അതായത് മനുഷ്യജന്മം എന്ന് പറയുന്നത് ദുർലഭമാണ്. പക്ഷേ അതിനേക്കാൾ ദുർലഭമാണ് ഏത്? വൈകുണ്ഠ പ്രിയ ദർശനം. സാക്ഷാൽ വൈകുണ്ഠേശ്വരന്റെ പ്രിയരുടെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഭഗവാന് മനുഷ്യജന്മം പറഞ്ഞ ദുർലഭമാണ്, അതിനേക്കാൾ ദുർലഭമാണ് ഏത്? ഭഗവാൻ വൈകുണ്ഠേശ്വരന്റെ പ്രിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്തന്മാര്. അതായത് ഭഗവാന്റെ പ്രിയ ഭക്തന്മാരെ അവരുടെ ദർശനം എന്ന് പറഞ്ഞ് മനുഷ്യജന്മത്തെക്കാൾ ദുർലഭമാണ്. നമുക്കറിയാം മനുഷ്യജന്മം ദുർലഭമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ അതിനേക്കാൾ ദുർലഭമാണ് ഏത്? വൈകുണ്ഠ പ്രിയ ദർശനം. അങ്ങേപ്പോലുള്ള വൈകുണ്ഠ പ്രിയരായിട്ടുള്ള നിങ്ങളെപ്പോലെ നവയോഗീന്ദ്രന്മാരെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുവാണ്. അതായത് നിങ്ങളെപ്പോലുള്ള മഹാഭക്തന്മാരെ വൈകുണ്ഠ പ്രിയ ദർശനം എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള വൈകുണ്ഠേശ്വരന്റെ പ്രിയ ഭക്തരായ നിങ്ങളുടെ ദർശനം അതിനേക്കാൾ ദുർലഭമാണെന്ന് പറയുക. അപ്പൊ അതാണ് സത്സംഗത്തിന്റെ മഹത്വം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ഭക്തിയുടെ 5 പാർശ്വങ്ങളാണിത്. ഏത് നമ്മുടെ നാമജപമായാലും അതുപോലെ തന്നെ ഭാഗവത പാരായണമായാലും ഭക്തസംഘമായാലും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുക എന്നുള്ളത്, ഇതൊക്കെ എന്താണ് ഭഗവത് സേവനം. ഇതൊക്കെ 5 ഭക്തിയുടെ 5 പാർശ്വങ്ങളാണ്. എന്നിട്ട് എന്താണ് ഡിഫറെൻറ്റ് വേസ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. അതിൽ ഭക്തസംഘം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം അതിൻ്റെ ഉദാഹരണം ഏതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? അതായത് അജാമിളിൻ്റെ കഥയാണ്, ഇല്ലയോ? അവിടെ എന്താ സംഭവിച്ചത്? അജാമിളിന് എന്താണ് സംഭവിച്ചത്? മ്രിയമാന ഹരിനാമ, മരണസമയത്തോ ഹരിനാമ വിളിച്ചത്, നാരായണ എന്ന് വിളിച്ചു. പ്രിയമാന ഹരിനാമ പുത്രോപചാരിതം. പക്ഷെ അദ്ദേഹം വിളിച്ചതാരാണ്? പുത്രനെയാണ് വിളിച്ചത്. അജാമിളോ ആഗതാധാമ, അതേ അജാമിളൻ ആ നിമിഷം തന്നെ ആഗതധാമ, ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേർന്നു. ഇത് ആര് പറയുന്നതെന്നറിയോ? യമരാജ് പറയുന്ന, യമദൂതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവര് അജാമിളിന്റെ ജീവൻ എടുക്കാൻ പോയ സമയത്ത് എന്താണ് സംഭവിച്ച കാര്യമാണ്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല എന്താണത്. ആദ്യത്തെ സംഭവമാണ്. സാധാരണ ഭാവികളെ
ഈ യമദൂതന്മാര് എന്നാണ് കൊണ്ടുവരുന്നത്. ഈ അജാമിലിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. അതിനെപ്പറ്റിയാണ് യമരാജ് പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുകയാണ്, എന്താണ് നാമോച്ചാരണ മാഹാത്മ്യം. അതാണ് നാമോച്ചരിച്ചതിന്റെ മഹാത്മ്യം. നാമോച്ചാരണ മാഹാത്മ്യം ഹരേ പശ്ചക പുത്രകെ, ഈ പുത്രന്മാരെ അതിന്റെ പ്രത്യേകം നിങ്ങൾക്കിപ്പം നിങ്ങൾ അവിടെ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമോച്ചാരണ മാഹാത്മ്യം. ഭഗവാന്റെ നാമം, നാരായണന്റെ നാമം ചൊല്ലിയതിന്റെ മാഹാത്മ്യമാണ് അവിടെ നിങ്ങൾ കണ്ടത്. അനാമില ഏന നാമേന മൃത്യുപാശാത് വിമുച്ചത്. അതുകൊണ്ടാണ് ആ മരണശയ്യയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചതിന്റെ കാരണം എന്താണ്? നാമോച്ചാരണ മാഹാത്മ്യം. നാരായണ എന്ന് വിളിച്ചു. അപ്പൊ അവിടെ 4 എന്താണ് നമ്മുടെ ഭഗവാന്റെ ദേവദൂതന്മാരവിടെ വന്നു. ഇവരെ തടഞ്ഞു, യമദൂതന്മാരെ തടഞ്ഞു. കാരണം നാമോച്ചാരണം. അപ്പൊ അതുകൊണ്ടാണ് യമദൂതന്മാർ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്, യമദൂതന്മാരോട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് യമരാജ് പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഭഗവാന്റെ നാമം ചെല്ലുന്ന ഭക്തന്മാരുടെ അടുത്ത് പോലും നിങ്ങൾ പോകരുത്. ഭഗവാന്റെ നാമം ചെല്ലുന്ന ഭക്തന്റെ അടുത്ത് പോലും നിങ്ങൾ പോരുന്ന അവസാനം അഡ്വൈസ് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ഭഗവാന്റെ നാമം ചെല്ലുന്നതിന്റെ മഹാത്മ്യം. അപ്പൊ അതുപോലെ ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മള് ഭഗവാന്റെ സാന്നിധ്യം തന്നെ ഈ മായവാദ സന്യാസികളെ അവരെ ഒരുപാട് സ്വാധീനിച്ചു. അദ്ദേഹത്തിന് കേൾക്കാൻ, വേദാന്ത സൂത്രത്തെ പറ്റി കേൾക്കാൻ അവർ വളരെ ആശ്ചര്യപ്പെട്ടു. അതാണ് ശ്ലോകം 106. പ്രഭു ഹകേ വേദാന്ത സൂത്ര ഈശ്വരവചന വ്യാസരൂപേ കൈല യഹ ശ്രീനാരായണ. മഹാപ്രഭു പറഞ്ഞു, വ്യാസനായി അവതരിച്ച പരമദിവ്യോത്തമ പുരുഷൻ നാരായണന്റെ വചനങ്ങളാണ് വേദാന്ത സൂത്രങ്ങളിൽ അടങ്ങുന്നത്. അപ്പം മഹാപ്രഭു ഇവരുടെ റിക്വസ്റ്റ് കേട്ട ശേഷം തുടങ്ങുകയാണ്. അദ്ദേഹം പറയുകയാണ്, എന്താണ് വേദാന്ത സൂത്രം എന്ന് പറയുക. അദ്ദേഹം പറയുന്നു, മഹാപ്രഭു പറഞ്ഞു, അതായത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എന്താണ് വ്യാസനായി അവതരിച്ച പരമദിവ്യോത്തമ പുരുഷൻ നാരായണന്റെ വചനങ്ങളാണ് വേദാന്ത സൂത്രങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് പറയുന്നത്. എന്താണ് വേദാന്ത സൂത്രം? അത് സാക്ഷാൽ ഭഗവാൻ തന്നെ, ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷനാണ് വ്യാസദേവൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ ഈ 10 ദശാവതാരങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ അനേക അവതാരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അതിനകത്തൊന്നും ദശാവതാരത്തിൽ പെടുന്നതല്ല. കാരണം ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംഖ്യേന. ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. അവതാരവും അസംഖ്യേന. ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ അസംഖ്യമാണ്. അത് ഇതുപോലെയാണ്. സരസു സഹസ്രസഹ, സരസു സഹസ്ര സഹ. അത് ഇതുപോലെയാണ്. കടലിന്റെ തിരമാലകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഒരു 1 കഴിയുമ്പോൾ അതിന്റെ പുറകെ അടുത്ത് വരും, അതിന്റെ പുറകെ അടുത്ത് വരും. ഇതൊന്നും നമുക്ക് ഹ്യൂമൻ കാൽക്കുലേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ അവതാരം. നമ്മൾ നദികളിലെ ചിറ്റോളങ്ങൾ പോലെയാണ്. അത് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ തിരമാലകൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ ഹ്യൂമൻ കാൽക്കുലേഷനിൽ പെടുന്നതല്ല ഇതൊന്നും. അപ്പൊ അതുപോലെ ഈ അവതാരങ്ങൾ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള 10 അവതാരങ്ങളെ പറ്റിയാണ് ദശാവതാരം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ അനേക അവതാരങ്ങളുണ്ട്. ഋഷഭാവതാരം, അങ്ങനെ എത്രയോ അവതാരങ്ങളെ പറ്റി പറയുന്നത്. ഇതൊന്നും നമ്മൾ ഈ ദശാവതാരത്തിൽ പെടുന്നതാണ്. അതാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അത് ഈ ലോകത്തിലല്ലേ വേറെ ലോകത്തിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അത് ഭഗവാനെ പോലെ ശക്തിയാണ് ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം. അപ്പൊ അതുകൊണ്ടാണ് സൂദേവ് ഗോസ്വാമി മഹാരാജ് പരീക്ഷത്തിനോട് പറഞ്ഞത്, എന്താണ്? ശ്രവണം, കീർത്തനം, ധ്യാനം ഹരേ അത്ഭുത കർമ്മണി ജന്മകർമ്മ ഗുണാനാഞ്ചാം തദർത്ഥ അഖില ചേഷ്ടിത. സൂദേവ് ഗോസ്വാമി മഹാരാജ് പരീക്ഷത്തിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാനെ പറ്റി അങ്ങനെയുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ പറ്റി കേൾക്കുക, കീർത്തനം, അദ്ദേഹത്തിന്റെ നാമം കീർത്തനം ചെയ്യുക, ധ്യാനം, അദ്ദേഹത്തെ ധ്യാനിക്കുക, ഹരേ അത്ഭുത കർമ്മണി ഭഗവാൻ ഹരിയുടെ അത്ഭുത കർമ്മങ്ങൾ, ലീലകൾ ശ്രവിക്കുക, തദർത്ഥ അഖില ചേഷ്ടിത
ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിന് ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വേറെ ഒരു പ്രവൃത്തിയില്ല. അപ്പൊ അതാണ് ശ്രീമദ് ഭാഗവതത്തില് ഭഗവാനെ പറ്റി കേൾക്കുന്നതിൻ്റെയും ഭഗവാന്റെ കീർത്തനത്തിൻ്റെയും ഭഗവാനെ ധ്യാനിക്കുന്നതിൻ്റെയും ഒക്കെ പ്രത്യേകതയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആചാര്യന്മാര് ശ്രീദേവ ഗോസ്വാമിയെ പോലെ വ്യാസദേവന്റെ പുത്രൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ ആദ്യം ഇത് ആരിൽ നിന്ന് കേട്ടതാണ്? സ്വന്തം അച്ഛനിൽ നിന്ന് കേട്ടതാണ്. അതാണ് ആ പരമ്പര എന്ന് പറയുന്നത്. എന്താണോ തൻ്റെ ഗുരു പറയുന്നത് അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യുന്നു. അതാര് പറഞ്ഞതാണ്? ഭഗവാൻ ബ്രഹ്മദേവനോട് പറഞ്ഞതാണ്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു അതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈവൻ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ കൂടി നമ്മൾ കേൾക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഇതിന്റെ വിവർത്തനം പറഞ്ഞിരിക്കുന്നത്. ഇതില് മഹാപ്രഭു പറയുന്നത് വ്യാസദേവനാണ് ശരിക്കും വേദാന്ത സൂത്രം അറിഞ്ഞിട്ടുള്ളത്. അതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നാരായണന്റെ വചനങ്ങൾ തന്നെ, ഭഗവാന്റെ കാര്യങ്ങളാണ് അദ്ദേഹം അത് ജസ്റ്റ് കമ്പൽ ചെയ്തെന്നേ ഉള്ളൂ. നമുക്കറിയാം അത് ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 4ഉം 5ഉം അധ്യായങ്ങളിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. വ്യാസദേവൻ പറഞ്ഞ കാര്യം, വ്യാസദേവന് നാരദമുനി അയക്കുന്ന തെറ്റുകളൊക്കെ തിരുത്തിക്കൊടുത്തി അത് പറഞ്ഞു കൊടുത്തു. വേദാന്ത സൂത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. അതിനകത്ത് പറയുന്നു അല്ലേ? അതാണ് അപ്പം പറഞ്ഞുകൊണ്ട് അത് തന്നെ ഭഗവാൻ ഇവിടെ പറയാണ്. എന്താണ് ഇത്? മഹാപ്രഭു പറഞ്ഞ് വ്യാസനായി അവതരിച്ച പരമദിവ്യത്വ പുരുഷൻ നാരായണന്റെ ഭജനങ്ങളാണ് വേദാന്ത സൂത്രങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം പരമദിവ്യോത്തം പുരുഷനായിട്ട് അവതരിച്ചു വ്യാസദേവൻ. അതാണ് ലിറ്റററി ഇൻകാർണേഷൻ എന്ന് പറഞ്ഞത്. ആ വ്യാസദേവന്റെ വചനങ്ങളാണ് ആക്ച്വലി വേദാന്ത സൂത്രം. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. എന്താണ് നമ്മളെപ്പോലുള്ള ഈ ഭൗതിക ലോകത്തിലുള്ള ഇതിനകത്ത് പറഞ്ഞ വൈദിക ജ്ഞാനം മനസ്സിലാക്കാനുള്ള സംക്ഷിപ്ത പ്രസ്താവനകൾ അടങ്ങിയ വേദാന്ത സൂത്രം വൈദിക ജ്ഞാനത്തിന്റെ സംഗ്രഹമാവുന്നു. അതോ ബ്രഹ്മജിജ്ഞാസ എന്ന ആദ്യത്തെ സൂത്രത്തിൽ ഇത് സമാരംഭിക്കുന്നു. പരമസത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ നിമിഷമാണ് എന്നർത്ഥം. മനുഷ്യജന്മം പ്രത്യേകിച്ചും ഈ ലക്ഷ്യപ്രാപ്തി ഉദ്ദേശിച്ചുള്ളതാകയാൽ മനുഷ്യജന്മത്തിൽ ദൗത്യത്തെ വേദാന്ത സൂത്രം എങ്ങനെ സംയുക്തമായി വിവരിക്കുന്നു. അപ്പം ഒരു സൂത്രം എന്നാൽ എന്തെന്ന് നിർവചിക്കുന്ന വായുപുരാണത്തിലും ചന്ദ്രപുരാണത്തിലും വചനങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നു. എന്താണ്? അല്പാക്ഷരം അസംയുക്തം സാരവത് വിശ്വതോമുഖം അസ്തോപം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു. അതായത് ജ്ഞാനത്തിന്റെ അന്തസ്സത്തെ ഏറ്റവും കുറഞ്ഞ പദങ്ങളിൽ സമാഹരിച്ച് സംക്ഷിപ്ത പ്രസ്താവനകളായി പ്രകടിപ്പിക്കുന്നതാണ് ഒരു സൂത്രം. ഇത് സാർവത്രികമായി പ്രായോഗികക്ഷമവും ഭാഷാപരമായ അവതരണത്തിൽ കുറ്റമറ്റതും ആയിരിക്കണം. നമ്മൾ ഈ ചുരുക്കി പറയാന്ന് പറയത്തില്ല. ഒരു കാര്യങ്ങൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടാതെ നമ്മൾ ചുരുക്കി പറയാൻ പറയത്തില്ല. അത് സമാഹരിച്ച് പറയാന്നാണ് സൂത്രം എന്ന് പറയുന്നത്. ഒരുപാട് പറയേണ്ട കാര്യങ്ങൾ അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സൂത്രം എന്ന് പറയുന്നത്. അതാണ് വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. കാരണം അതെന്തിനാണ്? നമ്മൾ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആരംഭം എന്ന് പറയുന്നതാണ് അതോ ബ്രഹ്മജിജ്ഞാസ. അങ്ങനെയുള്ളവർക്കാണിത്. അതിൻ്റെ ആരംഭമാണ് ബ്രഹ്മ ജിജ്ഞാസ. ബ്രഹ്മത്തെ പറ്റി അറിയാനുള്ള ജിജ്ഞാസ, ഇൻക്വിസിറ്റീവ്നെസ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 4 തരത്തിൽ. ചതുർഭുജ പചന്ത എണ്ണം. 4 തരത്തിലുള്ള ആൾക്കാരെ തന്നെ ഭരിക്കുന്നത്. ആരൊക്കെയാണ്? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച പരിദർശകം. ആർത്തോ ജിജ്ഞാസു, those who are in distress, those who are in inquisitiveness, those who are in economic development, those who are in interest in know the supreme truth as it is. 4 തരത്തിൽ അല്ലേ? ദുഃഖിതര്, പീഡിതര്, അതുപോലെ തന്നെ പരമസത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവര്, സാമ്പത്തിക നേട്ടത്തിന് പരമസത്യത്തെ ആഗ്രഹിക്കുന്നവർ. ഈ 4 തരത്തിലുള്ള ആൾക്കാരാണ് അതിനെ അറിയാൻ വരുന്നത്. ചതുർഭുജ ഭജന്തേന.
4 തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനെ ഭജിക്കുന്നത്. അത് ഈ 4 തരത്തിലുള്ള ആൾക്കാരാണ്. 4 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആണ് ഇത്. അപ്പൊ അതിലൊരു കൂട്ടരാണ് ആര്? ദോസ് ഹു ആർ ഇൻ ഇൻക്വിസിറ്റീവ്. ദി ഇൻക്വിസിറ്റീവ്, ഭഗവാനെ ഭഗവാനെ പറ്റി അറിയാനുള്ള ജിജ്ഞാസയുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് വേദാന്ത സൂത്രം. അത് ഈ വേദം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കടൽ പോലെയാണ്. ഇതൊക്കെ നമ്മൾ ഈ ജന്മം കൊണ്ടൊന്നും പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് സത്സംഗം ഇങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്ന് കേൾക്കുമ്പോൾ അതിന്റെ എസൻസ് ആണ് അവർ പറയുന്നത്. ഈ സൂത്രങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അത് നമുക്ക് അതുകൊണ്ട് എന്താണ് ഈ വേദാന്ത കടലിനെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നത്. അതാണ് മഹാദേവൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വേദങ്ങളിലൊക്കെ പറയുന്നു. അപ്പൊ ഇതില് നമ്മൾ ഈ വേദാന്ത സൂത്രം, അത് വ്യാസദേവനാണ് ഇത് ഭഗവാൻ പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് വ്യാസദേവൻ. ദ്വൈപാന വ്യാസൻ എന്ന് പറയുന്നത് അതാണ് വ്യാസദേവൻ. അദ്ദേഹം നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അവതരിച്ചത് തന്നെ. എന്തിനാണ്? ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? എന്താ മായ മോഹിത ജീവരീനാഹി. നമ്മളെപ്പോലെ മായയിൽ മോഹിച്ച ഈ പറഞ്ഞ ഈ ഗർവിഷ്ഠരായിട്ടുള്ള സന്യാസി അങ്ങനെയൊക്കെയുള്ള എന്താണ് നമ്മൾ എന്താ പറയുന്നത്, കണ്ടീഷൻ സോൾ നമ്മൾ പറയത്തില്ലേ, കണ്ടീഷൻ, നമ്മളെ പോലുള്ള ബദ്ധരായിട്ടുള്ള ആത്മാക്കളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവതരിച്ചത്. മായ മോഹിത ജീവരീനാഹി കൃഷ്ണ സ്വതജ്ഞാന. ഭഗവാൻ കൃഷ്ണൻ അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി എന്താണ് ജീവരെ കൃപയാ കൈഴ, അവരോട് കൃപ കാണിക്കുന്നതിന് വേണ്ടി, കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടി എന്താണ് കൃഷ്ണ വേദ പുരാണം. ഭഗവാൻ കൃഷ്ണൻ വ്യാസദേവന്റെ രൂപത്തിൽ വന്ന് വേദങ്ങളും പുരാണങ്ങളും ഒക്കെ നമുക്ക് തന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അതുപോലെ ചൈതന്യ മഹാപ്രഭു അത് കൺഫേം ചെയ്യാണ്. കാരണം അദ്ദേഹം തന്നെയാണ് വ്യാസരൂപത്തിൽ വന്നത് പറയുകയാണ്. അതാണ് ഈ പറയുന്നത്. അപ്പൊ മഹാപ്രഭു പറഞ്ഞു വ്യാസനായി അവതരിച്ച പരമദിവ്യത്വ പുരുഷനായ നാരായണന്റെ പദങ്ങളാണ് വേദാന്ത അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളത് കേൾക്കണം. അതുകൊണ്ട് ആദ്യം അദ്ദേഹം എന്ത് എഴുതി? 4 വേദങ്ങൾ. നമുക്കറിയാം ഭഗവത്ഗീതയിൽ പറഞ്ഞു, പിതാമഹസ്യ ജഗതോ ദാതാ മാതാ പിതാമഹ വേദ്യമന്ത്ര ഓംകാരം ഋഗ് സാമ രവിരേവച്ച. പിതാമഹസ്യ ജഗതോ, ഈ ലോകത്തിന്റെ പിതാവും മാതാവും പിതാമഹനുമായിട്ടുള്ള ഭഗവാൻ എന്താ വേദ്യമന്ത്ര ഓംകാരം, ഓം എന്നുള്ള പ്രണവ മന്ത്രം അതാരാണ്? ഭഗവാനാണ്. അതുപോലെ തന്നെ എന്താണ് വേദ്യമന്ത്ര ഓംകാരം ഋഗ് സാമ രവി, ഈ 4 വേദങ്ങൾ അതും ആരാണ്? ഭഗവാനാണ്. അല്ലെ അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണിതല്ല. അപ്പൊ അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം 4 വ്യാസദേവൻ 4 വേദങ്ങൾ എഴുതി. അതിനുശേഷം അദ്ദേഹം എന്താണ് പുരാണങ്ങൾ എഴുതി. അതിനുശേഷം ഈ എന്താണ് ആധ്യാത്മികമായിട്ട് തീരെ താഴെ തലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, അതായത് ഏറ്റവും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി എന്താ എഴുതി? അദ്ദേഹം മഹാഭാരതം മൊത്തം കഥയാണ്. നമ്മൾ മഹാഭാരതം നോക്കും, മൊത്തം കഥയാണ്. അതിലെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ, അതായത് ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ആൾക്കാരെയും ഉദ്ധരിക്കണം. അതാണ് ഭഗവാന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവരെ കൃപയാക്കയില്ല, ഈ ഭൗതിക ലോകത്തിലെ എല്ലാ മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി എന്താണ് കൃഷ്ണ വേദ പുരാണം, ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ച ദ്വൈപാന വ്യാസദേവൻ, അദ്ദേഹം ഈ വേദപുരാണങ്ങളൊക്കെ എഴുതി. മനസ്സിലായി കാണും നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് സമയമായി 1 മണിക്കൂർ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. അടുത്ത തുടർന്നുള്ള ശ്ലോകങ്ങൾ ഇത് വലിയ പെർഫോർട്ടാണ്. അത് നമ്മളിപ്പം
അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് കൂടെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കേട്ട കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, കേൾക്കാം മാജി. അല്ല പ്രഭുജി, ഇത് 11ാം സ്കന്ധത്തില് ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭു ഭഗവാനാണെന്നുള്ള ആ ഒരു സ്ഥാപിക്കുന്ന ഒരു ശ്ലോകം പറഞ്ഞില്ലേ? 11ാം സ്കന്ധത്തില് ഏതാ അധ്യായം? പ്രഭു ലീവായി. ഞാൻ ചോദിച്ചിട്ട് മാജിക്ക് മെസ്സേജ് ചെയ്യാം. മാജി ഏത് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് അറിയാവോ? ഞാൻ ഇതില്ലേ പിന്നെ അല്ലെങ്കിൽ മാജി എന്റെ നമ്പറിൽ, ഞാൻ മെസ്സേജ് ഇടുന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിലോട്ട് ഇടാം. പ്രഭു എന്തായാലും ലെഫ്റ്റ് നെറ്റ് ഇഷ്യൂ ആണോന്ന് അറിയുന്നില്ല. ഇല്ല, ഞാൻ പറയാം. ഇതില്ലേ അത് ഞാൻ ഈ സെക്കൻഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു എത്തി. പ്രഭു മാതാജി ആ 11th കാൻഡോയിലെ ശ്ലോകം നമ്പർ ഒന്ന് ചോദിച്ചായിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. 11.5.32. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരിബോൾ. വേറെ ആർക്കെങ്കിലും സംശയം? ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ചില ഗുരുദേവിക്ക് പ്രഭുപാദി ശ്രീമദ് ഭാഗവത ഗ്രന്ഥാരിക്ക് അനന്ത കോടി വൈഷ്ണവ. വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ദണ്ഡവത്. അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ.